ബി.ജെ.പിയുടെ അൺഅപ്പോയിന്റഡ് വർക്കിംഗ് പ്രസിഡന്റായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരിക്കുന്നു. വളരെ വ്യക്തമായി പരിശോധിച്ച് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞ കാര്യമാണിത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് നേതാവല്ലെന്നും കമ്മ്യൂണലിസ്റ്റ് അഥവാ മോദിയെ പിന്തുണക്കുന്ന വർഗീയവാദിയെന്നും രേവന്ത് റെഡ്ഡി വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: വയനാട്ടിൽ ആരാണ് പിണറായിയുടെ സ്ഥാനാർത്ഥി? ആരാണ് അവിടെ മോദിയുടെ സ്ഥാനാർത്ഥി? ആനി രാജ LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. എന്നാൽ പിണറായി വിജയൻ പിന്തുണക്കുന്നത് ആനി രാജയെ അല്ല. അദ്ദേഹം രഹസ്യമായി നരേന്ദ്രമോദിയുമായി ധാരണയുണ്ടാക്കി കെ സുരേന്ദ്രനെയാണ് പിന്തുണക്കുന്നത്. അദ്ദേഹം സ്വന്തം പാർട്ടിയെയും സ്വന്തം ജനങ്ങളെയും വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരാളെ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അതായത് ആദായ നികുതി വകുപ്പ്, ED എന്നീ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മോദിയുമായി പിണറായി വിജയൻ ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ്. ED കേസ് ഉള്ളിടത്തോളം കാലം പിണറായി വിജയന് LDFിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്ന് വളരെ വ്യക്തമായി തുറന്നടിക്കുകയാണ് രേവന്ത് റെഡ്ഡി. സ്വർണ്ണക്കള്ളക്കടത്തടക്കമുള്ള കാര്യങ്ങളിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും പങ്കാളികളാകുന്നു എന്ന കാര്യം തന്നെ ആശ്ചര്യപ്പെടുത്തുന്നു എന്നാണ് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് പറയുന്നത്. രാജ്യവ്യാപകമായി നിരപരാധികൾക്കെതിരെ EDയും ആദായ നികുതി വകുപ്പും ഓരോ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുമ്പോൾ ഇവിടെ പിണറായി വിജയനെതിരെ നരേന്ദ്രമോദി യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നത് തന്നെ ഇതിൻ്റെ ദൃഷ്ടാന്തമാണ്. നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു എന്നത് രേവന്ത് റെഡ്ഡി പറഞ്ഞത് ചില തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം. ഒരു മുഖ്യമന്ത്രിക്കെതിരെ മറ്റൊരു മുഖ്യമന്ത്രി ഇങ്ങനെ പറയണമെങ്കിൽ പലതും അറിഞ്ഞു തന്നെയാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ അനിവാര്യമായ സന്ദർഭത്തിലാണ് എല്ലാ സംസ്ഥാനങ്ങളും ഉള്ളത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ, അതുപോലെ രേവന്ത് റെഡ്ഡി അടക്കമുള്ളവർ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി കേന്ദ്രത്തിനെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി കേന്ദ്രത്തോട് ഒരു പോരാട്ടവും നടത്താത്ത ഒരേ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മാത്രമാണ് എന്നാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞു വച്ചത്. ശരിക്കും പിണറായി വിജയനെ വരച്ചുകാട്ടിയ രേവന്ത് റെഡ്ഡി മലയാളികളുടെ മനസ്സാണ് തുറന്നു വച്ചിരിക്കുന്നത്.